ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഈ ആനയുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? അടുത്തു നിന്ന് കാണുമ്പോൾ ക്ഷീണിതനാണോ? വെള്ളം കുടിക്കുന്നുണ്ടോ? ഭക്ഷണം കഴിക്കുന്നുണ്ടോ? കുങ്കിയാനകളൊക്കെ എത്തിക്കേണ്ട സ്ഥിതി തന്നെയാണോ? അതായത് ആനയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അരുൺ സക്രയും സംഘവും അടങ്ങുന്ന ടീം ഇപ്പോൾ ഈ ആന ഉള്ള ഇടത്തേക്ക് പോയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ പുറകുവശത്ത്, അതായത് നമ്മുടെ ക്യാമറയ്ക്ക് പുറകുവശത്തുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ റോഡിലൂടെ ആ ഭാഗത്തായിരുന്നു നമ്മൾ ആദ്യം കാണിച്ച ആ ദൃശ്യങ്ങൾ. അതിനുശേഷം ആന അല്പം മുമ്പ് റോഡിലേക്ക് കയറി വന്ന് ഈ വഴിയിലൂടെ നേരെ ഈ ചെക്ക് പോസ്റ്റ് എല്ലാം കടന്ന് അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരെയും തന്നെ ഇവിടെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. കാരണം ഡോക്ടർ അരുൺ സക്രയും സംഘവും ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ആന ഈ റോഡിൽ നിന്ന് പ്ലാന്റേഷൻ മേഖലയിലേക്ക് വീണ്ടും അകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. അരുൺ സക്രിയ ആദ്യം ഈ ആനയെ പരിശോധിച്ച, അതായത് ആനയെ നിരീക്ഷിക്കും. ഈ നിരീക്ഷിച്ച ആനയുടെ ആരോഗ്യസ്ഥിതി എത്രത്തോളം ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ പരിശോധിക്കും. ഈ ആനയെ ഇവിടെ നിന്നും റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ, അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ കൂട് പര്യാപ്തമാണോ എന്ന് ആനയുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്ത ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. അങ്ങനെയെങ്കിൽ ആ കൂട് പര്യാപ്തമാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഈ കുങ്കിയാനകളെ എത്തിച്ച് ഇവിടെ നിന്ന് ആനയെ മാറ്റി അഭയാരണ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ എടുക്കുമെന്നുള്ളതാണ് അല്പസമയം മുമ്പ് വരെ DFO നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഈ കാണുന്ന ചെക്ക് പോസ്റ്റിനകത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാനായി പറഞ്ഞിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ വേണമെങ്കിൽ അകത്തേക്ക് കടത്തിവിടാമെന്നുള്ളത്. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ ആനയുടെ പുറകെ പോയി ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നമുക്കിപ്പോൾ പ്രാഥമികമായി നമ്മൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ആനയുടെ ഇന്ന് രാവിലെ കണ്ട സമയത്ത് ചെളി വാരി ദേഹത്തെറിയുകയായിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പ് ഈ പ്ലാന്റേഷൻ്റെ ഈ ചെക്ക് പോസ്റ്റിന് തൊട്ടടുത്തുള്ള പ്രദേശത്തേക്ക് എത്തിയ സമയത്ത് ഒരുപാട് സമയം ദേഹത്ത്, പ്രത്യേകിച്ചും ഈ മസ്തകത്തിൻ്റെ ഭാഗത്തേക്ക് പൂഴി വാരി എറിയുന്നുണ്ടായിരുന്നു. പൂഴി വാരി എറിയുന്ന സമയത്ത് ആ മസ്തകത്തിൽ മുറിവുള്ള ഭാഗത്ത് നിന്ന് അവിടെ നിന്നും ഒരു കൃത്യമായി ആ പൂഴി എറിയുകയും അതിനോടൊപ്പം തന്നെ ആ ഭാഗത്ത് നിന്നും എയർ പുറത്തേക്ക് തള്ളുന്നത് നമുക്ക് കൃത്യമായി ഈ ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു. അതായത് ഈ പൊടിപടലങ്ങൾ തന്നെ ഈ ഹോളിൻ്റെ ആ ഭാഗത്തു കൂടി പുറത്തേക്ക് വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു. എന്തായാലും അത്തരത്തിലാണ് ആനയുടെ ആരോഗ്യസ്ഥിതി. അത് ഈ ഡോക്ടർ പരിശോധിച്ച ശേഷമാണ് എങ്ങനെയാണ് ആരോഗ്യസ്ഥിതി എന്നുള്ളത്, അത് നല്ല ആരോഗ്യസ്ഥിതിയാണോ അല്ലെങ്കിൽ ആനയ്ക്ക് ക്ഷീണമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർ അരുൺ സക്രിയ അടങ്ങുന്ന സംഘം ഡോക്ടർമാർ പരിശോധിച്ച ശേഷമായിരിക്കും എന്തായാലും അതിലൊരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുക. എന്തായാലും നിലവിൽ ഈ ആനയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച നിരീക്ഷണം നടത്തുകയാണ്. ആനയുടെ പുറകിൽ നിന്നും അതുപോലെ തന്നെ ആന പോയ വഴിയിലൂടെ എല്ലാം തന്നെ ആനയുടെ കൂടെ തന്നെ അരുൺ സക്രിയ അടങ്ങുന്ന സംഘം ഇപ്പോൾ നിലവിൽ പോയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അവർ തിരിച്ചു വരും. തിരിച്ചു വന്ന ശേഷം നമ്മളോട് ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.